10 പ്രാവശ്യം മത്സരിച്ച് 9 തവണ 8 നിലയിൽ പൊട്ടി. 10ാമത്തെ പ്രാവശ്യം ഞാനല്ല തോറ്റത്, മുല്ലപ്പ് വെച്ച എൻ്റെ നിഴലാണ് തോറ്റത്. ആളെ പിടികിട്ടിയല്ലോ അല്ലേ? നമ്മുടെ സ്വന്തം ചേച്ചിയുടെ ലേറ്റസ്റ്റ് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഗീർവാണോ എന്ന് പറഞ്ഞാൽ പോരാ, രോമാഞ്ചം കൊള്ളും, അമ്മാതിരി മാസ് ഡയലോഗും. ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെ ചേച്ചിയുടെ തിപ്പൊരി മാസ് ഡയലോഗ് തന്നെയാണ്. BJPയുടെ ഗർജിക്കുന്ന പെൺപുലി എന്നൊക്കെയാണ് ലെവൽ അവകാശപ്പെടുന്നത്. എന്തായാലും ചേച്ചി എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണല്ലോ അല്ലേ? ചേച്ചിയുടെ കൂട്ടുകാരിയായിട്ടൊരു വീട്ടിൽ ചെല്ലുന്നു, ഒരു അമ്മച്ചിക്ക് 5000 രൂപ ഗുളിക വാങ്ങിക്കാൻ കൊടുക്കുന്നു, കിറ്റുകൾ വിതരണം ചെയ്യുന്നു, സാരികൾ വിതരണം ചെയ്യുന്നു. അങ്ങനെ എന്തൊക്കെ നാടകങ്ങളാണ് ഈ പറയുന്ന പാലക്കാട് ജില്ലയിൽ നടത്തിയത്. എന്നിട്ട് അവിടെ എന്താണ് സംഭവിച്ചത്? സത്യം ജയിച്ചു, അസത്യം തോറ്റു. ഇതാണ് നമ്മൾ കണ്ടതല്ലേ? കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം വിജയിക്കരുതെന്ന് ആഗ്രഹിച്ച 2 വ്യക്തികളാണ്. ഒന്ന് നമ്മുടെ പാലക്കാട്ടെ മഞ്ഞൾ നിഴൽ ചേച്ചി, പിന്നെ മറ്റൊന്ന് നമ്മുടെ കാസർഗോട്ടെ ഉള്ളിച്ചേട്ടൻ. ഈ 2 പേരും 8 നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല പുതിയ അവകാശവാദങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ഞങ്ങൾക്ക് 3 കിട്ടിയല്ലോ, ആ 3 ഒരു സൂചന മാത്രമാണ്. ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കേരളം ഞങ്ങൾ പിടിക്കും, കേരളത്തിൽ മന്ത്രിമാരുണ്ടാവും, കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രി ഭരിച്ചു കഴിഞ്ഞാൽ ഹുദാ ഹവാ ഹവാ ഹുദാ എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ല കേട്ടോ. 3 കൊടുത്തപ്പോൾ തന്നെ എന്തൊക്കെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത് ചുമ്മാ നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണേലും നമ്മുടെ ചേച്ചിയുടെ ഈ മാസ് തീപ്പൊരു ഡയലോഗിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിച്ചേട്ടൻ്റെ ഫ്ലെക്സ് ബോംബ് വെച്ച് തകർത്തു എന്നുള്ളൊരു വാർത്ത നമ്മുടെ മലൻ TVക്കകത്ത് ചില കീടാണുക്കൾ വന്നിരുന്നുണ്ട് കുരയ്ക്കുന്നത് നിങ്ങൾ കേട്ടായിരുന്നല്ലോ. അത് ഇവിടുത്തെ UDFന്റെ പ്രവർത്തകർ തന്നെ വഴിവെച്ച് കൊടുത്തതാണ് കേട്ടോ. KT ജലീലിന്റെ പരാജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് ഒരു മിണ്ടാപ്രാണിയുടെ തല തൂക്കി റോഡിലൂടെ നടന്ന് അവന്മാരേതാണെങ്കിലും ആ കാണിച്ച് ചെറ്റത്തരം, തെണ്ടിത്തരം, അതിന് ഇനി നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ആരെങ്കിലും തെറി പറഞ്ഞാൽ പോടാ പുല്ലേ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നല്ലത് ചെയ്താൽ നമ്മളത് നല്ലതെന്ന് പറയും, മോശം ചെയ്താൽ അത് മോശം എന്ന് പറയും. നീയൊക്കെ കാണിച്ചു കൂട്ടിയ ആ ഒരു തെമ്മാടിത്തരത്തിന് ഈ വർഗീയത മാത്രം പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്ന ഈ വിഷയോളികൾ മൊത്തം വന്നിട്ട് ഒരു സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നു. പിന്നെ പാർട്ടിയെ മൊത്തം അടച്ചാക്ഷേപിക്കാനായിട്ടുള്ള വഴി വെച്ചു കൊടുത്തതും നിന്നെപ്പോലുള്ള വൃത്തികെട്ടന്മാരാണ്. ഇവനൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ എടുത്ത് ദൂരക്കളണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഇവരെയൊന്നും കൊണ്ട് ഇതിന് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും നമ്മുടെ മലൻ TVയിൽ ആ ഒരു വാർത്തയും നമ്മുടെ ചേച്ചിയുടെ ആ ഗീർവാണവും കൂടെ ഒന്ന് കേട്ടാലോ? പോയിട്ട് വരാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടത്തെ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ ലീഡർ ആയിരിക്കും. ഞാൻ ഇന്നലെ ഒരു സിനിമയ്ക്കാണ് പോയത്. എൻ്റെ നാട്ടിലെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, പാട്രിയറ്റ്. ആ പേര്, ദേശഭക്തിയോട് ചേർന്ന് നിൽക്കുന്ന ആ പേര് കണ്ട് സിനിമയ്ക്ക് പോയി. 2 ഐസ്ക്രീം കഴിച്ചു. കുറേ വർഷത്തിന് ശേഷം യേശുദാസ് സാറ് പറയാറുണ്ടായിരുന്നു, ശോഭ തൊണ്ട നിലനിർത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഐസ്ക്രീം കഴിക്കരുത്. പക്ഷേ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കളൊക്കെ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാലും കാത്തിരിക്കും, എനിക്ക് കാണാൻ സാധിക്കും എന്നൊക്കെ എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ 2 ഐസ്ക്രീമൊക്കെ കഴിച്ച ശബ്ദം എൻ്റെ ഇപ്പോൾ കുറച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പാട്രിയറ്റ് സിനിമയിൽ ഞാൻ കണ്ടത് ശാന്ത ഗംഭീരമായിട്ട് ആ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോവുകയും സിനിമ ഏതാണ്ട് ഒരു പകുതിയാവുന്ന സമയത്ത് മോഹൻലാലിൻ്റെ ഒരു കെട്ടകെട്ടാ വരവുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഞങ്ങൾ 3 പേർ അകത്ത്, ബാക്കിയുള്ളവർ പുറത്ത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടത്തെ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ ലീഡർ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അകത്ത് പോയത് ചില്ലറക്കാരാണോ? അകത്ത് ജയിച്ചു പോയിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം ഇരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മുൻ കേന്ദ്രമന്ത്രി. ആ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ 10 വർഷക്കാലത്തോളം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം വിജയിച്ചു. അതുപോലെ തന്നെ ഗോപൻ സാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ പ്രസിഡന്റായിരുന്നു നിരവധി വർഷക്കാലം. അതുപോലെ SNDP പ്രസ്ഥാനത്തിൻ്റെ യൂണിയൻ്റെ പ്രസിഡന്റായിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിച്ച ആളായിരുന്നു. അവിടെ തന്നെ NSSൻ്റെ ഞങ്ങളുടെ പഴയകാല യുവമോർച്ചയുടെ ശ്രീനാഗേഷ് അവിടെ ആ ജില്ലയിൽ NSSൻ്റെ താലൂക്കിൻ്റെ സെക്രട്ടറിയായി വന്നു. ഇങ്ങനെ എല്ലാ കെമിസ്ട്രികളും ഒരുമിച്ച് ചേർന്ന് ഗോപൻ സാറ് വളരെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വിജയം ഉണ്ടായി. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ആരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ. പൊള്ളിയല്ലേ? പൊള്ളിച്ചേട്ടാ ചേച്ചി. തോറ്റാൽ എന്താ, ചേച്ചി വേറെ ലെവലാണ് കേട്ടോ. അതായത് ഇനി 3 പേര് അകത്തുണ്ട്, ബാക്കി ഞങ്ങളെല്ലാവരും പുറത്തുണ്ട്. അകത്ത് പോയവർ ആരാണെന്ന് അറിയാമല്ലോ, ചില്ലറക്കാരൊന്നും അല്ല.
മുണ്ടും മടക്കി കുത്താനും അറിയാം, വേണ്ടി വന്നാൽ മലയാളത്തിൽ പച്ച തെറി വിളിക്കാനും അറിയാം. ഇവിടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ കമ്മീഷണർ സിനിമയിലെ ഡയലോഗ് കാണാപ്പടം പഠിച്ച് നാക്ക് തിരിയാത്ത ചേട്ടൻ്റെ കാര്യമാണ് ചേച്ചി പറഞ്ഞത്. പിന്നെ മറ്റത്, ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര നിലയിൽ വില കൂടിയാലും കേരളത്തിൽ വില കൂടുന്നില്ലല്ലോ. അങ്ങനത്തെ ചില ആളുകൾ അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മുടെ കേരളത്തിലെ കാളകൂട വിഷമായിട്ടുള്ള നമ്മുടെ മറ്റേ വിഷപ്പാമ്പുണ്ടല്ലോ, വാ തുറന്നു കഴിഞ്ഞാൽ കേരളത്തെ മൊത്തം കരിച്ച് ഭസ്മമാക്കി കളയാൻ പറ്റുന്ന അത്രയും ഉഗ്രവീര്യമുള്ള ആ വിഷജീവിയെ നമ്മുടെ മലൻ ടി വിക്കകത്ത് മറ്റേ ആടിന്റെ തല കാണിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചായിരുന്നു. കേട്ടോ. വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നത് ഒരു ആടിന്റെ തലയറുത്ത ശേഷം ആ ആടിന്റെ തലയുമായി ജിഹാദികൾ അഴിഞ്ഞാടുകയാണ്. ടീച്ചർ എങ്ങനെയാണ് ഈ ഗൗരവമുള്ള വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഇത് വളരെ ഗൗരവമാണ്. അതിനേക്കാളേറെ നമ്മളെയൊക്കെ ഒരു ഭയത്തിന്റെ ഇതിലേക്ക് തള്ളിവിടുന്നതുമാണ്. കാരണം ഇപ്പൊ ഇത് അവിടെ കെ ടി ജലീലാണ് എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹം മുസ്ലിം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ മുസ്ലിം മാത്രമല്ല, ഒരു കാലത്ത് സിമിയുടെ പിന്നെ ചുമതലയിൽ ഇരുന്ന വ്യക്തിയാണ്. പക്ഷെ ലീഗിനെതിരെ നിന്നപ്പോൾ അതാണ് നമ്മൾ ആ സമാജത്തിലാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം അപകടത്തിലേക്കാണ് എന്ന് പറയുന്നത്. ആ നിലയ്ക്കാണ് ലീഗിന്റെ ഗുഡ് ബുക്കിൽ കയറിയില്ലെങ്കിൽ, ലീഗ് പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ അത് മുസ്ലിം ആയാൽ പോലും രക്ഷയില്ല എന്നതിന്റെ ഒരു സൂചനയാണ് അവിടെ കണ്ടത്. ഇത് പ്രതീകാത്മകമാണ്. അതായത് ജലീലിന്റെ ഫോട്ടോ തൂക്കിയ ആടിനെ അറുത്ത് അത് അർമാദിച്ചു കാണിച്ചുവെങ്കിൽ അത് പ്രതീകാത്മകമാണ്. അപ്പോൾ നിങ്ങൾ മുസ്ലിം ആയാൽ പോലും പോരാ, ലീഗിന്റെ അടിമയായി നിന്നാൽ മാത്രമേ ഇനി മലപ്പുറം ജില്ലയിലും ഇന്നത്തെ മലപ്പുറം ജില്ലയിലും നാളത്തെ കേരളത്തിലും നിങ്ങൾക്ക് ജീവിക്കാൻ അർഹതയുള്ളൂ എന്ന വലിയ സന്ദേശമാണ് ലീഗ് ഇതിലൂടെ നൽകുന്നത്. അപ്പോ ഇവിടെ ഒന്ന് അത്തരത്തിൽ ക്രൂരതയൊക്കെ കാണിക്കാനുള്ളത് ഒരു മനുഷ്യ മനസ്സൊന്ന് ചിന്തിക്കും. ഒരു അതിനെ അർത്ഥ പലരും പറയും കൊന്നാ പാപം തിന്നാ പോകും, തിന്നാൻ വേണ്ടി ഇറക്കുന്നത് മനസ്സിലാക്കാം നമുക്ക്. ഇത് ഒരാൾ അവരുടെ ന്യായം അനുസരിച്ച് ഇത് ഒരാളോടുള്ള പക തീർക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ജനിതക വൈകല്യം തന്നെയാണ്. അത് അവരുടെ മനസ്സ് അത്രയും ക്രൂരമാണ് എന്നുള്ളത്. ഇത് കേരളം ആദ്യം കാണുന്നതൊന്നുമല്ല. നമുക്കറിയാം 1952 മറ്റേ ഗോരക്ഷാദിനം ആചരിച്ച പയ്യോളി കടപ്പുറത്ത് അന്ന് അതിന്റെ അടുത്ത് വെച്ച് ഒരു കാളക്കുട്ടിയെ അറച്ചിട്ടുണ്ട്. അതിനെ തുടർന്നുണ്ടായതിൽ അതിന്റെ അധ്യക്ഷനെ വരെ എറിഞ്ഞു പോയിട്ടുണ്ട്. അത് ലീഗ ചെയ്തേക്കണം. ഇന്ന് ഈ മതേതരത്വവും മനുഷ്യമഹത്വവും ഒക്കെ പാടി പുറത്തുന്ന ഒരുപക്ഷെ ഉടുക്കുകൂട്ടി പാടുന്ന ഈ മുസ്ലിം ലീഗ് തന്നെയാണ് അന്ന് ആ എറിഞ്ഞു കൊല്ലൽ നടത്തിയിരിക്കുന്നത്. അപ്പൊ അവർ മനസ്സ് ഒട്ടും മാറിയിട്ടില്ല. 46 ഡയറക്ട് ആക്ഷൻ നടത്തിയ 47 വിഭജിച്ച ആ ക്രൂര മനസ്സുമായി തന്നെയാണ് ലീഗ് ഇപ്പോഴും ആട്ടിൻതോലിത്തെ ചെന്നായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ഗൗരവമായി തന്നെ ചിന്തിക്കണം. അത് രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ കേരളത്തിന്റെ നിലനിൽപ്പായി നമ്മുടെ സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് ഒക്കെ തന്നെ ലീഗ് എത്രമാത്രം അപകടമാണ് എന്നതിലേക്ക്, ലീഗിലേക്ക് അധികാരം വരുന്നത് എത്രമാത്രം അപകടമാണ് എന്നതിലേക്ക് വളരെ ഗൗരവമായി തന്നെ ചർച്ച പോകണം. ഇത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ എവിടെയും നടക്കുന്ന കാര്യം. എനിക്ക് പാകിസ്ഥാനിൽ കൂടി നടക്കും ഇത്തരത്തിലുള്ള ക്രൂരത എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിലും ദുഷിച്ച മനസ്സുമായിട്ട് രാഷ്ട്രീയ കേരളത്തിന് ഇവരെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നതിന്റെ സന്ദേശമാണ് തവനൂരിൽ നമ്മൾ ഇന്നലെ കണ്ടത്. ഓക്കെ ടീച്ചർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിക്ക് പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചേച്ചിയുടെ ആരൊക്കെയോ ഉറ്റവരോ ഉടവരൊക്കെ പാകിസ്ഥാനിലുണ്ട്. പണ്ട് നമ്മുടെ ഉസ്താദ് പറഞ്ഞതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പിരിവൊക്കെ ഇട്ടിട്ട് ചേച്ചീനെ പാകിസ്ഥാനിൽ വിടണം. പാകിസ്ഥാനെ കുറിച്ചിട്ട് ചേച്ചി ഒന്നും പറയത്തില്ല. കാരണം പാകിസ്ഥാനിൽ ചേച്ചിയുടെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടെന്നേ. അപ്പോൾ ഇതൊക്കെ കാണിക്കാൻ പോകും. ഇതുപോലുള്ള വേട്ടാവിളിയത്തിമാരും ഇതുപോലത്തെ കേരളത്തിൽ വെറുക്കപ്പെടുന്ന ചില വിഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാനലുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തിന് ഇവിടുത്തെ ഒരു സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ഇത് ചെയ്തിട്ടുള്ള പോലെ ആരാണെങ്കിലും അവനെയൊക്കെ എടുത്ത് തൂക്കിയെടുത്ത് പുറത്ത് കളയണമെന്ന് അവരൊന്നും ഇതിനകത്ത് വെച്ചുകൊണ്ടേ ഇരിക്കാൻ പാടില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ ലീഗിന് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്തെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരും വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 27 സീറ്റിൽ മത്സരിച്ച ലീഗ് 23 സീറ്റിലും വിജയിച്ചിട്ടുള്ളത്. അപ്പുറത്ത് മാത്രമല്ല ലീഗ് ജയിച്ചത്, മറ്റു പല ജില്ലകളിലും ലീഗ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ അവസരം ഒപ്പിച്ചു കൊടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാണിച്ചത് തെണ്ടിത്തരം, തെമ്മാടിത്തരം. അത് 100 വട്ടം ഞാൻ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഈ 2 ചേച്ചിമാരും നമ്മുടെ കേരളത്തിൻ്റെ ഗർജിക്കുന്ന പെൺപുലികളെന്നാണ് അവരവകാശപ്പെടുന്നത് കേട്ടോ. ഇവിടെ നിഴച്ചേച്ചിയും കാളകൂട വിഷവും പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇനിയെങ്കിലും ഇതിനൊരു അവസരം വെച്ച് കൊടുക്കരുതേ എന്ന് മാത്രം റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.